നമസ്കാരം. ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് പുതിയൊരു ചാപ്റ്ററാണ്, സോളിഡ്സ്. ആ സോളിഡ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കണമെങ്കിൽ നിങ്ങൾ അതിനകത്ത് നിന്ന് കുറേ ഇക്വേഷൻസ് ബൈ ഹാർട്ട് ആക്കണം. സ്ക്വയർ പിരമിഡ്, കോൺ, സ്പിയർ, ഹെമിസ്പിയർ, ഈ 4 സോളിഡ്സുകളെ കുറിച്ചാണ് നമുക്കിവിടെ ചർച്ച ചെയ്യേണ്ടത്. ഈ 4 സോളിഡ്സുകൾ നമ്മൾ ചർച്ച ചെയ്ത് പ്രോബ്ലം വർക്കൗട്ട് ചെയ്യണമെങ്കിൽ കുറെ ഇക്വേഷൻസ് അറിഞ്ഞിരിക്കണം. ഇതിനകത്തുനിന്ന് ഏതാണ്ട് 8 അല്ലെങ്കിൽ 10 മാർക്കിനകത്ത് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ വരാറുണ്ട്. അത് ഓരോന്നുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ചിലപ്പോൾ ഓരോ ചോദ്യം, ചിലപ്പോൾ 3 ചോദ്യമേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് എവിടെ നിന്ന് ഏത് ചോദ്യം ചോദിക്കുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് പഠിക്കാനുമുണ്ട്. ലെങ്തിയാണ് ചാപ്റ്റർ. അപ്പൊ ഈ ഇക്വേഷൻസ് പലരും ഇവിടെ കമന്റുകളായിട്ട് ഇട്ടിട്ടുണ്ട്. ഈ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് പറയാം മൊത്തത്തിൽ. അതുകൊണ്ട് ഞാൻ ഓരോന്നും തിരിച്ച് ആ ഇക്വേഷൻസ് ഒന്ന് പറയാൻ പോവാണ്. ശ്രദ്ധിച്ച് വേണ്ടുന്ന ഇക്വേഷൻസ് മാത്രമേ പറയുന്നുള്ളൂ, കൂടുതലൊന്നും പറയുന്നില്ല. ഫസ്റ്റ് സോളിഡ്സ് നമുക്ക് പഠിക്കേണ്ടത് സ്ക്വയർ പിരമിഡ്. സ്ക്വയർ പിരമിഡിൽ നമുക്ക് വേണ്ടുന്നത് സ്ലാന്റ് ഹൈറ്റ്, ഹൈറ്റ്, ബേസ് എഡ്ജ്. സ്ലാന്റ് ഹൈറ്റ്, ഹൈറ്റ്, ബേസ് എഡ്ജ്. അത് 3 ഇക്വേഷൻസ് നമുക്കൊന്ന് പറയണം. അതിനു മുമ്പായിട്ട് ഒരു സ്ക്വയർ പിരമിഡ് എടുത്താൽ അതിന്റെ ബേസിനെ കുറിച്ചൊന്ന് പറയണം. ബേസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബേസ് പെരിമീറ്റർ, for a base area a square, base diagonal a root 2. ഇതാണ് ബേസിനെ സംബന്ധിച്ചത്. ഒരു ബേസുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന ബേസ് പെരിമീറ്റർ ചോദിക്കാം, ബേസ് ഏരിയ ചോദിക്കാം, ബേസ് ഡയഗണൽ ചോദിക്കാം. അപ്പൊ ഈ 3 ഇക്വേഷൻസ് ബേസുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. ബേസ് പെരിമീറ്റർ ഫോർ എ, ബേസ് ഏരിയ എ സ്ക്വയർ, ബേസ് ഡയഗണൽ എ റൂട്ട് 2. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, എൽ സ്ലാന്റ് ഹൈറ്റ് എൽ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എച്ച് സ്ക്വയർ പ്ലസ് എ ബൈ 2 ദി ഹോൾ സ്ക്വയർ. H is equal to root of L square minus A by 2 the whole square. A is equal to 2 into root of L square minus H square. ഇതാണ് 3 കാര്യങ്ങൾ ഇനി പഠിക്കേണ്ട. സ്ലാന്റ് ഹൈറ്റ്, ഹൈറ്റ്, ബേസ് എഡ്ജ്. L സ്ലാന്റ് ഹൈറ്റ്, സ്ലാന്റ് ഹൈറ്റ്, H ഹൈറ്റ്, A ബേസ് എഡ്ജ്. ഈ 3 കാര്യങ്ങളാണ് പഠിക്കുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് മറ്റു ചില ഇക്വേഷൻസും വരുന്നുണ്ട്. അതുകൂടെ ഞാനൊന്ന് പറയാം. ഈ എൽ എ, അപ്പൊ ഇയും എല്ലും എയും. അപ്പൊ ഇ എന്ന് പറയുന്നത് ലാറ്ററൽ എഡ്ജ്, ലാറ്ററൽ എഡ്ജ് ആണ് ഇ. ഇതുമായി ബന്ധപ്പെട്ട് 3 ഇക്വേഷൻ പഠിക്കാം. അപ്പൊ ഇ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എൽ സ്ക്വയർ പ്ലസ് എ ബൈ 2 ദി ഹോൾ സ്ക്വയർ. എൽ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഇ സ്ക്വയർ മൈനസ് എ ബൈ 2 ദി ഹോൾ സ്ക്വയർ. A is equal to 2 into root of E square minus L square. ഇങ്ങനെ 3 ഇക്വേഷൻ ഇയും എയും എല്ലുമായി ബന്ധപ്പെടുത്തി ചോദിക്കാം. ചിലപ്പോൾ നമുക്ക് ലാറ്ററൽ എഡ്ജ് തരും, ബേസ് എഡ്ജും തരും. ഈ ലാറ്ററൽ എഡ്ജും ബേസ് എഡ്ജും ഉണ്ടെങ്കിൽ ഇവിടുന്ന് നമുക്ക് സ്ലാന്റ് ഹൈറ്റ് ഈസി ആയിട്ട് കണ്ടെത്താം. അതേപോലെ ഈ ലാറ്ററൽ എഡ്ജും സ്ലാന്റ് ഹൈറ്റും ഉണ്ടെങ്കിൽ നമുക്ക് ബേസ് എഡ്ജ് കണ്ടെത്താം. അപ്പൊ ഈ ടൈപ്പ് പ്രോബ്ലങ്ങളൊക്കെ നമുക്ക് പരീക്ഷയ്ക്ക് വന്നാൽ ഈ 3 ഇക്വേഷൻ ഒന്ന് ചർച്ച ചെയ്താലേ അത് പഠിക്കാൻ പറ്റും. അടുത്തത് പറയാൻ പോകുന്നത് ഈ എച്ച് ഡി. ഇ എന്ന് വെച്ചാൽ ലാറ്ററൽ എഡ്ജ്,
h എന്ന് വെച്ചാൽ ഹൈറ്റ്, d എന്ന് വെച്ചാൽ ഡയഗണൽ. അപ്പൊ ഇത് മൂന്നുമായിട്ട് ബന്ധപ്പെട്ട് 3 ഇക്വേഷൻ ഉണ്ട്. അപ്പൊ E is equal to root of h square plus d by 2 the whole square. H is equal to root of E square minus d by 2 the whole square. D is equal to 2 into root of E square minus h square. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, ഇപ്പൊ ഞാൻ 3 ടൈപ്പിലുള്ള ഇക്വേഷൻസ് ആണ് പറയുന്നത്. L, H, A പറഞ്ഞു, പിന്നെ ഇയും എല്ലും എയും പറഞ്ഞു, അടുത്തത് ഇയും എച്ചും ഡിയും പറഞ്ഞു. സ്ക്വയർ പിരമിഡിലാണ് ഇക്വേഷൻസിന്റെ കൂടുതൽ. ഇപ്പൊ ഇതിനകത്തുനിന്ന് ഏതിൽ വേണമെങ്കിൽ നിന്ന് ഒരു ചോദ്യം അവർക്ക് ഉണ്ടാക്കാം. അപ്പൊ നിങ്ങൾ പഠിച്ചു വെച്ചാൽ ഇനി നോക്കുക, സ്ക്വയർ പിരമിഡിനകത്ത് നമുക്ക് 3 കാര്യങ്ങൾ പഠിച്ചാൽ മതി. LSA 2AL, LSA എന്ന് വെച്ചാൽ ലാറ്ററൽ സർഫസ് ഏരിയ. TSA A square plus 2AL വോളിയം 1/3 A square H. ഈ 3 ഇക്വേഷൻസ് ആണ് നമുക്ക് പഠിക്കേണ്ടത്. ഈ 3 ഇക്വേഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് സ്ക്വയർ പിരമിഡിലെ എല്ലാ പ്രോബ്ലവും ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്തത് കോണാണ്. കോണിലുണ്ട് LHR. മുമ്പേ നമ്മൾ ബേസ് എഡ്ജ് ആണ് പറഞ്ഞത്, ഇവിടെ ബേസ് റേഡിയസ് ആണ് പറയുന്നത്. അപ്പൊ അതാ നോക്ക, LHR. L is equal to root of h square plus r square. H is equal to root of L square minus r square. R is equal to root of L square minus h square. ഇതേപോലെ 3 ഇക്വേഷൻസ്. അതേപോലെയാണ് ഇതിനകത്ത് ബേസ് പെരിമീറ്റർ. ബേസ് പെരിമീറ്റർ 2πr. ബേസ് ഏരിയ πr സ്ക്വയർ. അപ്പൊ ബേസ്, ഒരു കോണിന്റെ ബേസ് പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 2πr എന്ന് എടുക്കണം, ബേസ് ഏരിയ എന്ന് പറഞ്ഞാൽ πr സ്ക്വയർ എന്ന് എടുത്ത് വേണം പ്രോബ്ലം ചെയ്യാൻ. ഇനി ഇതിനകത്ത് 3 ഇക്വേഷൻസേ ഉള്ളൂ. CSA πrl, TSA πr into L plus r വോളിയം 1/3 πr സ്ക്വയർ H. ഈ 3 കാര്യങ്ങളാണ് ചോദ്യങ്ങൾ ഉണ്ടാവുന്നത്. CSA ചോദിക്കാം, കോണിന്റെ CSA ചോദിക്കാം, TSA ചോദിക്കാം, വോളിയം ചോദിക്കാം. അതുപോലെ സ്ക്വയർ പിരമിഡിലും 3 ചോദ്യം ചോദിക്കുന്നത്, LSA, TSA, വോളിയം. അപ്പൊ 3 ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. 3 ചോദ്യത്തിന് ആൻസർ ചെയ്യണമെങ്കിൽ നമ്മൾ ഇതേപോലുള്ള കൊച്ചു ഇക്വേഷൻസും മറ്റു കാര്യങ്ങളും ഒക്കെ നമ്മൾ പഠിച്ചു വെച്ചെങ്കിലേ നമുക്ക് കണക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിനകത്ത് നിന്ന് വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. സെക്ടർ. ഒരു സർക്കിളിൽ നിന്നൊരു സെക്ടർ കട്ട് ചെയ്തെടുത്താൽ ഒരു കോൺ ഉണ്ടാക്കാം. അപ്പൊ ഈ സെക്ടറുമായിട്ട് വരുന്ന ചില ചോദ്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് ശ്രദ്ധിക്കുക. സെക്ടർ ഇതാണ്. സെക്ടറിന്റെ റേഡിയസ് ക്യാപില്ലാർ ആയിട്ട് എടുക്കും, അതിന്റെ സെൻട്രൽ ആംഗിൾ x ആയിട്ട് എടുക്കും, ഇത് ആർക്ക് ലെങ്ത് ഏരിയ ആയിട്ട് എടുക്കും. ഇനി ഇതിനകത്ത് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഈ സെക്ടറിന്റെ റേഡിയസ് കോണിലേക്ക് വരുമ്പോൾ ഈ സെക്ടറിന്റെ റേഡിയസ് കോണിന്റെ എന്തായി മാറും? സ്ലാന്റ് ഹൈറ്റിന് ഈക്വൽ ആണ്. അപ്പൊ R is equal to L ആണ്. L കണ്ടുപിടിക്കാൻ പോകേണ്ട കാര്യമില്ല. അപ്പൊ കോണിനകത്ത് ഇങ്ങനൊരു ചോദ്യം ഉണ്ടാകും. ഇതേപോലെ സെക്ടറിന്റെ അളവുകൾ തന്നിട്ട് കോണിന്റെ സ്ലാന്റ് ഹൈറ്റ് എത്രയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട, ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കിയിട്ട് സെക്ടറിന്റെ റേഡിയസ് എത്രയാണോ തന്നിരിക്കുന്നത് ആ റേഡിയസ് തന്നെ എന്തായിട്ട് അങ്ങ് എടുത്തെഴുതുക, സ്ലാന്റ് ഹൈറ്റ് ആയിട്ട് അങ്ങ് എടുത്തെഴുതിയാൽ മതി. ഒരു പ്രോബ്ലവും ചെയ്യേണ്ട. ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണിത്. ഇനി ഇതിനകത്ത് ഒരു കൊച്ചു ഇക്വേഷൻ മനസ്സിലാക്കണം. ഇത് കോണിന്റെ ബേസ് റേഡിയസ്, സെക്ടറിന്റെ സെൻട്രൽ ആംഗിള്, സെക്ടറിന്റെ റേഡിയസ്, ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ, ഒരു ഇക്വേഷൻ ഇതിനകത്തുണ്ട്. x/360 is equal to small r by capital R. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക. അതാണ്ട് ഈ ഒരൊറ്റ കാര്യമേ ഉള്ളൂ. ഈ ഇക്വേഷൻ പഠിച്ചു വെച്ചിരുന്നാൽ ഒരു സെക്ടറിന്റെ സെൻട്രൽ ആംഗിൾ കണ്ടെത്താം, കോണിന്റെ റേഡിയസും തരും, സെക്ടറിന്റെ റേഡിയസും തരും. സെക്ടറിന്റെ റേഡിയസും കോണിന്റെ റേഡിയസും ഉണ്ടെങ്കിൽ സെൻട്രൽ ആംഗിൾ കണ്ടെത്താം. അതേപോലെ സെൻട്രൽ ആംഗിളും സെക്ടറിന്റെ റേഡിയസും ഉണ്ടെങ്കിൽ കോണിന്റെ റേഡിയസ് കണ്ടെത്താം.
അപ്പൊ ഇതാ ഈ ഇക്വേഷൻസ് കൂടെ ഒന്ന് പഠിക്കുമ്പോൾ ഇതും ഇതിനകത്ത് ഉൾപ്പെട്ട് വരുന്നതാണ്, കോണിനകത്ത് ഉൾപ്പെട്ട് വരുന്നതാണ്. മുൻ വർഷങ്ങളിലുള്ള പബ്ലിക് എക്സാമിനേഷനിലെല്ലാം ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യവും വന്നിട്ടുണ്ട്. വളരെ ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഒരു കാര്യമാണ്. സ്പിയറിൽ രണ്ട് ഇക്വേഷനെ നമ്മൾ പറയുന്നുള്ളൂ. സർഫസ് ഏരിയ ആൻഡ് വോളിയം. സർഫസ് ഏരിയ 4πr², വോളിയം 4/3πr³ ആണ് സ്പിയർ. സ്പിയറിലെ രണ്ട് അളവുകൾ പഠിച്ചാൽ മതി. അതിന്റെ സർഫസ് ഏരിയ, വോളിയം. സർഫസ് ഏരിയ 4πr² ആണ്, വോളിയം 4/3πr³ ആണ്. ഹെമിസ്ഫിയറിലേക്ക് വരുമ്പോൾ അളവുകൾ മാറും. ഇതാണ് ഹെമിസ്ഫിയർ. ഹെമിസ്ഫിയർ വരുമ്പോൾ CSA ഉണ്ട്, TSA ഉണ്ട്, വോളിയം ഉണ്ട്. അപ്പൊ അതിന്റെ CSA 2πr², TSA 3πr², വോളിയം 2/3πr³. ഇനി ഇവിടെ ഒരു പ്ലെയിൻ ഫേസ് ഉണ്ട്. പ്ലെയിൻ ഫേസിന്റെ പെരിമീറ്റർ ഏരിയ ഉണ്ട്. പ്ലെയിൻ ഫേസിന്റെ പെരിമീറ്റർ 2πr ആണ്, ഏരിയ πr² ആണ്. അപ്പൊ ഈ പ്ലെയിൻ ഫേസിന്റെ ഏരിയ തന്നാൽ ഈ പ്ലെയിൻ ഫേസിന്റെ ഏരിയ πr² ആയതുകൊണ്ട് ഇതിന്റെ CSAയും TSA ഒക്കെ നിങ്ങൾക്ക് ഡയറക്റ്റ് കണ്ടെത്താം. ഇപ്പൊ പ്ലെയിൻ ഫേസിന്റെ ഏരിയ πr² എന്നാൽ πr²നെ 2 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ CSA ആയി, ഈ πr²നെ 3 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ TSA ആയി. അപ്പൊ പ്ലെയിൻ ഫേസിന്റെ ഏരിയ തന്നാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് CSAയും TSAയും കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. ഇത്രയാണ് സോളിഡ്സിൽ നിന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഇക്വേഷൻസ്. സോളിഡ്സിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. എ ടെന്റ് ഈസ് ടു ബി മെയ്ഡ് ആസ് ലാറ്ററൽ ഫേസ് ഷോൺ ഇൻ ദി ഫിഗർ. ക്വസ്റ്റ്യൻ നമ്പർ എ, കാൽക്കുലേറ്റ് ദി സ്ലാന്റ് ഹൈറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ ബി, കാൽക്കുലേറ്റ് ദി ടോട്ടൽ കോസ്റ്റ് ഓഫ് ക്ലോത്ത് ടു മേക്ക് ദി ടെന്റ് അറ്റ് ₹90 per square meter. അപ്പൊ ഇവിടെ ഒരു ടെന്റ് ഉണ്ട്. ഒരു സ്ക്വയർ പിരമിഡ് ഷേപ്പിൽ ഒരു ടെന്റ് ഉണ്ടാക്കണം. ആ ടെന്റ് സ്ക്വയർ പിരമിഡ് ഷേപ്പിലും ഉണ്ടാക്കാം, കോണിക്കൽ ഷേപ്പിലും ഉണ്ടാക്കാം. ഏത് ഷേപ്പിലാണോ ഉണ്ടാക്കുന്നത് അത് മറയ്ക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ ലാറ്ററൽ ഫേസ് മാത്രമേ മറക്കൂ. സ്ക്വയർ പിരമിഡ് ആകുമ്പോൾ LSA കണ്ടുപിടിക്കണം, കോൺ ആകുമ്പോൾ എന്ത് കണ്ടുപിടിക്കണം? TSA കണ്ടുപിടിക്കണം. ഇതാണ് നമ്മളുടെ ഇവിടെ ഐഡിയ. ഇവിടെ തന്നിരിക്കുന്ന ഫിഗർ ഇതാണ്. ഫിഗർ ശ്രദ്ധിക്കുക. 15 meter, 24 meter. ഇതാണ് ഇവിടുത്തെ സ്ലാന്റ് ഹൈറ്റ് L. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ഫിഗർ ഇതാണ്. ഒരു സ്ക്വയർ പിരമിഡിന്റെ ലാറ്ററൽ ഫേസ് ആണ് തന്നിരിക്കുന്നത്. ലാറ്ററൽ എഡ്ജ് തന്നിട്ടുണ്ട്, ബേസ് എഡ്ജ് തന്നിട്ടുണ്ട്. ഇവിടെ സ്ലാന്റ് ഹൈറ്റ് കണ്ടെത്തണം. അപ്പൊ സ്ക്വയർ പിരമിഡ് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ, അത് പൊതിയുക എന്ന് പറയുമ്പോൾ അതിന്റെ LSA കണ്ടുപിടിക്കണം. LSA കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് വേണം? L വേണം. അപ്പൊ L കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ L is equal to √of E square minus A/2 the whole square ആണ്. 15 square minus 12 square. 12 എന്ന് പറയുന്നത് 24/2 ആണ്. 12 square 225 minus 144. മൈനസ് ചെയ്യുമ്പോൾ 1 8 81 L = 9 മീറ്റർ എന്ന് കിട്ടും. കാരണം ഇവിടെ എല്ലാം മീറ്ററിലാണ് തന്നിരിക്കുന്നത്. അപ്പൊ സ്ലാന്റ് ഹൈറ്റ് മീറ്റർ കിട്ടും. ഇനി LSA എന്ന് പറയുന്നത് എന്തോന്ന്? 2AL. 2 into A 24 into L എത്ര വരും? 9 ഇൻറ്റു ചെയ്തപ്പോ എത്ര കിട്ടി? 432 മീറ്റർ സ്ക്വയർ കിട്ടത്തില്ലേ? കിട്ടുവോ? അപ്പൊ 432 മീറ്റർ സ്ക്വയർ കിട്ടി. അപ്പൊ 24 2 കൊണ്ട് ഇൻറ്റു ചെയ്യുക. ആ കിട്ടിയതിനെ 9 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 432 മീറ്റർ സ്ക്വയർ കിട്ടും. ഇനി ഈ ടെന്റ് ഉണ്ടാക്കാനുള്ള ചിലവാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ കോസ്റ്റ് ഓഫ് എന്താണ്? കോസ്റ്റ് ഓഫ് ദി ക്ലോത്ത്. കോസ്റ്റ് ഓഫ് ദി ക്ലോത്ത് കണ്ടുപിടിക്കുന്നതിന് 432 into 90 എന്നാണ്. ഒരു സ്ക്വയർ മീറ്ററിന്റെ ക്ലോത്തിന്റെ വില തന്നിരിക്കുന്നത് 90 രൂപയെന്ന്. 1 മീറ്റർ സ്ക്വയർ
ക്ലോത്തിന്റെ വില 90 രൂപ. അപ്പൊ നമുക്ക് ഇവിടെ ക്ലോത്തിന്റെ വില ടോട്ടലി ക്ലോത്തിന്റെ വില കണ്ടുപിടിക്കുന്നതിന് ഈ LSA എത്ര 90 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പൊ എത്ര കിട്ടി? നമുക്ക് ഇൻറ്റു ചെയ്യാം. 432 × 9 *1 *2 38 ഒരു 0. സോൾസിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. The surface area of a cone is 96 pi centimeter square and base radius is 6 centimeter. Calculate the slant height of the cone ആണ്. അപ്പൊ കോണിന്റെ സ്ലാന്റ് ഹൈറ്റ് ആണ് തന്നിരിക്കേണ്ടത്. അപ്പൊ ഇതിനകത്ത് കണ്ടുപിടിക്കേണ്ടത് നമുക്കിവിടെ തന്നിരിക്കുന്നത് കോണിന്റെ എന്തോ വന്നിട്ടുണ്ട്, സർഫസ് ഏരിയ തന്നിട്ടുണ്ട്. സർഫസ് ഏരിയ ടോട്ടൽ സർഫസ് ഏരിയ 96 പൈ എന്നും തന്നിട്ടുണ്ട്. റേഡിയസ് 6 സെന്റിമീറ്റർ എന്നും തന്നിട്ടുണ്ട്. അപ്പൊ എന്താ നോക്കേ, TSA 96 പൈ സെന്റിമീറ്റർ സ്ക്വയർ ആണല്ലോ. ഇക്വേഷൻ പൈ ആർ ഇൻറ്റു L പ്ലസ് ആർ is equal to 96 pi. അപ്പൊ ഇവിടെ സർഫസ് ഏരിയ റേഡിയസ് എന്നാണ്. റേഡിയസ് എത്ര ആയിരിക്കുന്നത്? 6 സെന്റിമീറ്റർ ആണോ? ഇനി ഇതാ ഈ പയ്യും ക്യാൻസൽ ആയി പോവും. 6 എന്ന് ഇവിടെ കൊടുക്കാം. 6 × L plus 6 is equal to 96. L plus 6 is equal to 96 divided by 6. L plus 6 is equal to 16. L is equal to 16 minus 6 is equal to 10 സെന്റിമീറ്റർ എന്ന് സ്ലാന്റ് ഹൈറ്റ് കിട്ടും. അപ്പോൾ ഇവിടെ സർഫസ് ഏരിയ എന്ന് വെച്ചാൽ ടോട്ടൽ സർഫസ് ഏരിയ ആണ്. ഒരു കോണിന്റെ ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ പൈ ആർ ഇൻറ്റു L പ്ലസ് ആർ ആണ്. പൈ ആർ ഇൻറ്റു L പ്ലസ് ആർ ആണ് 96 പൈ എന്ന് തന്നിരിക്കുന്നത്. പയ്യും ക്യാൻസൽ ആയി പോവും. റേഡിയസ് തന്നിട്ടുണ്ട്. റേഡിയസിന്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് L കണ്ടെത്തുന്നു. അപ്പൊ സോളിഡ്സിലെ തേർഡ് ക്വസ്റ്റ്യൻ ഇതാണ്. ദ വോളിയം ഓഫ് എ സ്ഫിയർ ഈസ് 144 പൈ സെന്റിമീറ്റർ ക്യൂബ്. കാൽക്കുലേറ്റ് ഇറ്റ് സർഫസ് ഏരിയ. ഇവിടെ വോളിയം തന്നിട്ടുണ്ട്. സ്ഫിയറിന്റെ സർഫസ് ഏരിയ കണ്ടുപിടിക്കണം. അപ്പൊ ഈ പ്രോബ്ലം ചെയ്യുന്ന രീതി വോളിയത്തിൽ നിന്ന് റേഡിയസ് കണ്ടെത്തുക. എന്തോന്ന്? വോളിയത്തിൽ നിന്ന് റേഡിയസ് കണ്ടെത്തിയിട്ട് സർഫസ് ഏരിയയിലേക്ക് പോകണം. ശ്രദ്ധിക്കും. വോളിയം അല്ലേ, ഇവിടെ തന്നിരിക്കുന്ന വോളിയം 144 പൈ ആണ്. 144 പൈ സെന്റിമീറ്റർ ക്യൂബ് ആണ്. ശ്രദ്ധിക്കണേ. സ്ഫിയറിന്റെ വോളിയം 4/3 പൈ ആർ ക്യൂബ് ഇസ് ഈക്വൽ ടു 144 പൈ. റൈറ്റിലും ലെഫ്റ്റിലുള്ള കോമൺ ടേം ആണ് പൈ. പയ്യും ക്യാൻസൽ ആയി പോവും. ഈ ആർ ക്യൂബ് കണ്ടുപിടിക്കുന്നതിന് ഈ 3 അങ്ങോട്ട് ക്രോസ് ചെയ്യുക. 3 × 144 ഡിവൈഡഡ് ബൈ 4. 144 4 വെട്ടാം. എത്ര പറ? 4 3 12 ശിഷ്ടൻ 2 6 4 24 36. 36നെ 3 കൊണ്ട് ഗുണിക്കുക. അപ്പൊ ആർ ക്യൂബ് ഈസ് ഈക്വൽ ടു 108 എന്ന് വരും. ഇതിന്റെ ക്യൂബ് റൂട്ട് എടുക്കണം. ആർ ഈസ് ഈക്വൽ ടു ക്യൂബ് റൂട്ട് ഓഫ് 108. അപ്പൊ 108ന്റെ ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കുന്ന ഫാക്ടറൈസേഷൻ, എല്ലാത്തിനും ഫാക്ടറൈസേഷൻ മെത്തഡ് അങ്ങ് ഉപയോഗിച്ചാൽ മതി. ക്യൂബ് റൂട്ട് കിട്ടുന്നതാണെങ്കിലും കിട്ടുക, പൂർണ്ണമായിട്ട് കിട്ടാത്ത അതും കിട്ടുന്നതാണെങ്കിലും. ഇതാ നോക്കേ, 108 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3 പ്രാവശ്യം. ബാലൻസ് 1. 6 3 18. പിന്നെ 3 കൊണ്ട് ചെറുതാക്കാം. 12. പിന്നെ 3 കൊണ്ട് ചെറുതാക്കാം. മതി. ഇത് ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിക്കാല്ലേ, മനസ്സിലാവാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ എഴുതുന്നത്. ക്യൂബ് റൂട്ട് ഓഫ് 3 × 3 × 3 × 3 × 3 × 4. ഈ 4നെ സ്പ്ലിറ്റ് ചെയ്താൽ 2 × 2 കിട്ടത്തുള്ളൂ. ഇപ്പൊ ക്യൂബ് റൂട്ട് എന്ന് പറയുമ്പോ എന്താ, ഈ റൂട്ടിന്റെ ഈ ഇതിനകത്ത് ക്യൂബ് 3 എന്ന് എഴുതണം, എന്നാലേ ക്യൂബ് റൂട്ടിനെ റെപ്രസെന്റ് ചെയ്യൂ. സ്ക്വയർ റൂട്ട് ആകുമ്പോൾ വെറും റൂട്ടാണ്.
ക്യൂബ് റൂട്ട് ആകുമ്പോൾ ഇങ്ങനെ എഴുതണം. ഫോർത്ത് റൂട്ട് ആകുമ്പോൾ ഇവിടെ 4 എന്ന് എഴുതി കൊടുക്കണം, ഫിഫ്ത്ത് റൂട്ട് 5 എന്ന് എഴുതി കൊടുക്കണം. ഇനിതാ ഈ ഒരേപോലുള്ള 3 സംഖ്യകൾക്ക് പകരം ഒരു സംഖ്യ നമുക്ക് റൂട്ടിന് വെളിയിൽ എടുക്കാം. ഇതിന് ഈ നമ്പർ റൂട്ടിനകത്തും എഴുതും. അങ്ങനെ റേഡിയസ് ഈസ് ഈക്വൽ ടു 3√4 സെന്റിമീറ്റർ എന്ന് കിട്ടും. ഇനി സർഫസ് ഏരിയയിലേക്ക് പോകാം. അപ്പൊ സർഫസ് ഏരിയ 4πr² ആണ്. ഒരു സ്ഫിയറിന്റെ സർഫസ് ഏരിയ 4πr² ആണ്. റേഡിയസ് 3√4. 4π into 3√4 the whole square. 4π into 3 square 9 into √4 ന്റെ സ്ക്വയർ 4. എല്ലാവരും എന്ത് ചെയ്യണം? 16 into 9 144 പൈ സെന്റിമീറ്റർ സ്ക്വയർ എന്ന് തന്നെ ആ സ്ഫിയറിന്റെ എന്തോ കിട്ടും? സർഫസ് ഏരിയ കിട്ടും. സോളിഡ്സിലെ 4th ക്വസ്റ്റ്യൻ ഇതാണ്. എ സർക്കുലർ ഷീറ്റ് ഓഫ് പേപ്പർ ഓഫ് റേഡിയസ് 12 സെന്റിമീറ്റർ ഈസ് ഡിവൈഡഡ് ഇൻടു 4 ഈക്വൽ പാർട്സ്. Each piece is folded to make a cone. Question number A. Find the base radius and slant height of the cone. Question number B. Calculate the total cost of painting 10 such cones at the rate of ₹50 per square meter. അപ്പോൾ ഇത് സെക്ടറുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലമാണ്. നിങ്ങൾ ടെസ്റ്റിൽ നിന്ന് സെക്ടർ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ശ്രദ്ധിക്കുക, ഒരു സർക്കിള് ഈ സർക്കിളിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്താൽ ഇവിടെ ഉണ്ടാകുന്ന സെന്ററൽ ആംഗിളുകൾ 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ സെക്ടറിന്റെ സെൻട്രൽ ആംഗിൾ 90 ഡിഗ്രി. റേഡിയസ് R is equal to L is equal to 12 സെന്റിമീറ്റർ. ഒരു സെക്ടറിന്റെ റേഡിയസ് സ്ലാന്റ് ഹൈറ്റിന് ഈക്വൽ ആണ്. അപ്പൊ ഒരു സെക്ടറിന്റെ അളവുകൾ തന്നിട്ട് സ്ലാന്റ് ഹൈറ്റ് എത്രയെന്ന് ചോദിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല. തന്നിരിക്കുന്ന സെക്ടറിന്റെ റേഡിയസ് തന്നെ സ്ലാന്റ് ഹൈറ്റ് ആയിട്ട് എടുത്തെഴുതിയാൽ മതി. ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പൊ സെക്ടറിന്റെ അളവുകൾ തന്നിട്ട് കോണിന്റെ സ്ലാന്റ് ഹൈറ്റ് ചോദിക്കും. അപ്പൊ കോണിന്റെ സ്ലാന്റ് ഹൈറ്റ് ചോദിക്കുകയാണെങ്കിൽ സെക്ടറിന്റെ റേഡിയസ് തന്നെയാണ് കോണിന്റെ എന്തോന്ന് സ്ലാന്റ് ഹൈറ്റ്. ഇനി x/360 is equal to small r by capital R. 90/360 is equal to small r by 12. ഈ 12 എന്ന് ക്രോസ് ചെയ്താൽ സ്മാൾ r is equal to 90 into 12 divided by 360. 0 പോവും. 9 36 കൂടെ കിട്ടുമ്പോൾ 4 ആവും. 4 12 കൂടെ കിട്ടുമ്പോൾ 3 ആവും. ഇപ്പൊ ഇവിടെ കോണിന്റെ റേഡിയസ് 3 സെന്റിമീറ്റർ എന്ന് കിട്ടി. അപ്പൊ ഈ സെക്ടറിന്റെ അളവിൽ നിന്ന് കോണിന്റെ റേഡിയസും കണ്ടുപിടിച്ചു, സ്ലാന്റ് ഹൈറ്റും കണ്ടെത്തി. അപ്പൊ 6 എല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് TSIയിലേക്ക് പോവാം. TSI is equal to πr into L plus R, π into radius 3 into slant height 12, 12 plus 3, π into 3 into 15, 45 പൈ സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടി. ഇനി ഈ 45നെ പൈയുടെ വാല്യൂ കൊണ്ട് ഇൻഡ് ചെയ്യണം. രൂപന് പോയി ഇഷ്ടം 5 2 7 5 3 15 4 16 ഇഷ്ടം 1 4 1 5 41.3 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും ഈ കോണിന്റെ ടോട്ടൽ സർഫസ് ഏരിയ. ഇവിടെ സെന്റിമീറ്റർ സ്ക്വയറിലാണ് തന്നിരിക്കുന്നത്. കോസ്റ്റ് ഓഫ് പെയിന്റിംഗ് മീറ്റർ സ്ക്വയറിലാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ സെന്റിമീറ്റർ സ്ക്വയറിനെ എന്താക്കി മാറ്റണം? മീറ്റർ സ്ക്വയർ ആക്കി മാറ്റണം. അതേപോലെ എത്ര കോണുകളെയാണ് അവര് പെയിന്റ് ചെയ്യുന്നതെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. എത്ര കോണുകളാണ്? നമ്പർ ഓഫ് കോൺസ് 10. ഇത് നോക്കാം, ബാക്കി എഴുതാം.
ഇപ്പൊ ടോട്ടൽ സർഫസ് ഏരിയ മുമ്പേ ചെയ്തപ്പോ 141.3 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടി. ഇനി ഇത് ഒരു കോണിന്റെ സർഫസ് ഏരിയ ആണ്. ഇതേപോലെ 10 കോണുകളുടെ സർഫസ് ഏരിയ, 10 എണ്ണമാണ് നമ്മൾ പെയിന്റ് ചെയ്യുന്നത്. സർഫസ് ഏരിയ ഓഫ് 10 such cones is equal to 141.3 into 10 1413 എന്ന് കിട്ടും. അപ്പൊ 10 എണ്ണത്തിന്റെ സർഫസ് ഏരിയ 1413 സെന്റിമീറ്റർ. 10 കൊണ്ട് ഗുണിക്കുമ്പോൾ ഒരു 0 ഇവിടെ വരും. എന്നിട്ട് ഒരു പ്ലേസ് ചേഞ്ച് ചെയ്യുമ്പോഴത്തേന് 1413 സെന്റിമീറ്റർ സ്ക്വയർ കിട്ടും. ഇനി കോസ്റ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഈ സെന്റിമീറ്റർ സ്ക്വയറിനെ എന്താക്കണം? മീറ്റർ. അപ്പൊ സെന്റിമീറ്റർ സ്ക്വയറിനെ മീറ്റർ സ്ക്വയർ ആക്കാൻ 1413 by 10,000. അപ്പൊ 10,000 ശ്രദ്ധിക്കുക. സെന്റിമീറ്ററിനെ മീറ്റർ ആക്കാൻ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യും. സെന്റിമീറ്റർ സ്ക്വയർ ആകുമ്പോ എത്ര 100 വരും? 200 വരും. അപ്പൊ 100 into 100 ആണ് ഇവിടെ എത്രയായി മാറുന്നത്? 10,000. ഇതാണ്ട് നോക്കാം. 1 2 3 4 1 2 3 4 പ്ലേസ് ചെയ്യുമ്പോൾ 0.1413 മീറ്റർ സ്ക്വയർ എന്ന് വരും. ഇനി ഇതിന്റെ കോസ്റ്റ് ഓഫ് പെയിന്റിംഗ് is equal to 0.1413 into 50. ഇതിനെ 50 കൊണ്ട് ഗുണിച്ചാൽ മതി. താഞ്ഞോട്ട് ഗുണിക്കാം. 3 15 5 ഇഷ്ടം 1 5 1 6 അതിനാൽ 20 0 ഇഷ്ടം 2 1 5 2 7 ഒരു 0 കൊടുത്തു. 4 സ്ഥാനം മാറ്റി കുത്തുമ്പോൾ 1 2 3 4 സ്ഥാനം മാറ്റി കുത്തുമ്പോൾ 7.07 rupees 7.07 എന്ന് കരുതി. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. എ മെറ്റൽ സിലിണ്ടർ ഓഫ് ബേസ് റേഡിയസ് 6 centimeter and height 12 centimeter is melted and recast into sphere of radius 2 centimeter. How many such sphere are got എന്നാണ് ചോദിച്ചത്. എന്ന് വെച്ചാൽ ഒരു മെറ്റൽ സിലിണ്ടർ 6 സെന്റിമീറ്റർ റേഡിയസും 12 സെന്റിമീറ്റർ ഉയരവുമുള്ള ഒരു മെറ്റൽ സിലിണ്ടറിനെ മെൽറ്റ് ചെയ്ത് 2 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള സ്ഫിയറുകളാക്കിയാൽ എത്ര സ്ഫിയറുകൾ കിട്ടുമെന്നാണ് ചോദ്യം. അപ്പൊ ഇങ്ങനൊരു ചോദ്യം പഴയ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിക്കാറുണ്ട്. ഇത്തരത്തിലൊരു ചോദ്യം വന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് സിലിണ്ടറിന്റെ വോളിയം കണ്ടെത്തണം, സ്ഫിയറിന്റെ വോളിയം കണ്ടെത്തണം. സിലിണ്ടറിന്റെ വോളിയത്തെ സ്ഫിയറിന്റെ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പർ എത്രയാണോ ആ നമ്പറാണ് നമുക്കിവിടെ എണ്ണമായിട്ട് എടുക്കുന്നത്. അപ്പം എണ്ണം പറയുമ്പോൾ ഡെസിമൽ നമ്പറിലേക്ക് പോകത്തില്ല, ഹോൾ നമ്പർ മാത്രമേ എണ്ണത്തിൽ പറയാറുള്ളൂ. അപ്പൊ ശ്രദ്ധിക്കുക, സിലിണ്ടറിന്റെ റേഡിയസ്, സിലിണ്ടറിന്റെ ബേസ് റേഡിയസ് 6 centimeter, ഹൈറ്റ് 12 centimeter, വോളിയം സിലിണ്ടറിന്റെ വോളിയം πr²h ആണ്. π into 6 into 6 into 12 centimeter cube. ഈ ഇത്തരത്തിലുള്ള പ്രോബ്ലങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഇത് ഇൻഡ് ചെയ്ത് വലുതാക്കരുത്. ഇത് ഇൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വലിയൊരു നമ്പർ കിട്ടും. അപ്പൊ ഡിവൈഡ് ചെയ്യുമ്പോൾ പാടായിട്ട് മാറും. ചെറിയ ചെറിയ നമ്പർ ആകുമ്പോൾ മൾട്ടിപ്പിൾസ് ആകുമ്പോൾ നമുക്ക് ക്യാൻസൽ ചെയ്ത് ആൻസർ ചെയ്താം. അടുത്ത സ്ഫിയറിന്റെ റേഡിയസ് 2 centimeter ആണ്. വോളിയം 4/3 πr³ ആണ്. 4/3 π into 2 into 2 into 2 ആണ് സെന്റിമീറ്റർ ക്യൂബ്. ഈ സിലിണ്ടറിന്റെ വോളിയത്തെ ഈ സ്ഫിയറിന്റെ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് സ്ഫിയേഴ്സ് കിട്ടും. നമ്പർ ഓഫ് സ്ഫിയേഴ്സ് is equal to π into 6 into 6 into 12 divided by 4/3 π into 2 into 2 into 2. പയ്യും ക്യാൻസൽ ആയി പോകും. 2ഉം 6 കൂടെ റെഡ്യൂസ് ചെയ്യുമ്പോൾ 3 കിട്ടി. അടുത്ത 2ഉം 6 കൂടെ റെഡ്യൂസ് ചെയ്യുമ്പോൾ 3 കിട്ടി. അടുത്ത 12ഉം 2 കൂടെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ 6 കിട്ടി. 3 into 3 into 6
ബൈ 4/3 ആണ്. ബൈ 4/3 ഫ്രാക്ഷൻ ആണ്. അതിന്റെ റെസിപ്രോക്കൽ എടുക്കുമ്പം 3/4 എന്ന് വരും. ഇത് വെട്ടാം. ഇത് 2, ഇതിവിടെ 3 വരും. 9, 27, 81. 81/2 എന്ന് വന്നു. 81നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 40 പ്രാവശ്യം 80. 0.10 5 40.5 എന്ന് വരും. പക്ഷെ ഇവിടെ എണ്ണമായതുകൊണ്ട് 40 നമ്പേഴ്സ് എന്ന് വെച്ചാൽ ഈ സിലിണ്ടറിൽ നിന്നും 2 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള 40 സ്പിയറുകൾ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് ഇതിന്റെ അർത്ഥം. വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. മുൻകാലങ്ങളിലെല്ലാം മിക്കവാറുമുള്ള പബ്ലിക് എക്സാമിനേഷൻ എല്ലാം ഇത് ചോദ്യങ്ങളായിട്ട് വന്നിട്ടുണ്ട്. ഇതിനകത്ത് ഈ സംഖ്യകളൊക്കെ റേഡിയസും ഹൈറ്റും ഒക്കെ ഒന്ന് മാറി വരുമെന്നേ ഉള്ളൂ. ചെയ്യുന്ന വിധം ഇത് തന്നെയാണ്. അപ്പൊ ഈ സിലിണ്ടർ ചിലപ്പോ കോണാവും. ഈ സിലിണ്ടറിന് പകരം എന്താവും? കോണാവും. കോണാവുമ്പം 1/3 πr² വെച്ചാണ് അതിന്റെ വോളിയം എന്നുള്ള മാറ്റമേ ഉള്ളൂ. പിന്നെ അതിന് സ്ഫിയർ ആയിരിക്കും. കോണിൽ നിന്ന് എത്ര സ്ഫിയർ കിട്ടുമെന്നൊക്കെയുള്ള ചോദ്യം. 6ാമത്തെ ക്വസ്റ്റ്യൻ, സോളിഡ്സിലെ 6ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ദ പിക്ചർ ഷോസ് ദി ഷേപ്പ് ഓഫ് എ ബോയിലർ. ടോട്ടൽ ഹൈറ്റ് ഓഫ് ദി ബോയിലർ ഈസ് 12 meter and the diameter is 6 meter. Height of the cylindrical part is 6 meter. Question A, what is the height of the cone? B, how many liters can the boiler hold? ശ്രദ്ധിക്കുക. അപ്പൊ എന്താ ഇവിടെ തന്നിരിക്കുന്നത്? ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. കോമ്പിനേഷൻ ഓഫ് സോളിഡ്സ് ആണ്. എന്നുവെച്ചാൽ മലയാളത്തിൽ പറയും സംയുക്ത ഘനരൂപങ്ങൾ. എന്താ പറയും? സംയുക്ത ഘനരൂപങ്ങൾ. ഒന്നോ അതിലധികമോ സോളിഡ്സുകൾ ചേർത്ത് പോകുന്നതാണ് നമ്മൾ കോമ്പിനേഷൻ ഓഫ് സോളിഡ്സ് എന്നത്. ഇവിടെ എന്ന് പറയുന്നത് 3 സോളിഡ്സുകളാണ് ചേർത്തിരിക്കുന്നത്. ഒരു കോൺ, പിന്നെ ഒരു സിലിണ്ടർ, പിന്നെ എന്താണ്? ഹെമിസ്ഫിയർ. ഇങ്ങനെയുള്ള ഒരു ചോദ്യം മിക്കവാറും ഉള്ള പബ്ലിക് എക്സാമിനേഷനുകളിൽ വരാറുണ്ട്. അപ്പൊ അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കാം. ഞാൻ ഫിഗർ ഇങ്ങോട്ട് വരയ്ക്കാം. ശ്രദ്ധിക്കാം. ഇതാണ് തന്നിരിക്കുന്ന ഇവിടുത്തെ ഫിഗർ. The picture shows the shape of a boiler. Total height of the boiler is 12 centimeter. Total height. Total height 12 meter. Centimeter അല്ല, സോറി, meter. 12 meter. പിന്നെ and the diameter is 6 meter. അപ്പൊ ഇവിടെ കോമൺ ഡയമീറ്റർ ആണ്. ഇവിടെ ഡയമീറ്റർ, ഇത് കോമൺ ഡയമീറ്റർ ആണ്, ഇതും കോമൺ ഡയമീറ്റർ. അപ്പൊ ഇതിനകത്തുനിന്ന് റേഡിയസ് കണ്ടെത്താം. അപ്പൊ ഡയമീറ്റർ 6 ആയിട്ട് റേഡിയസ് 3. അപ്പൊ ഇതും റേഡിയസ് 3, ഇതും റേഡിയസ് 3 ആണ്. ഇത് കോണിന്റെ ഹൈറ്റ് ആണ്. ഈ കോണിന്റെ ഹൈറ്റ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഹൈറ്റ് ഓഫ് ദി കോണിക്കൽ സിലിണ്ടറിക്കൽ പാർട്ട് 6 മീറ്റർ. അപ്പം ഹൈറ്റ് ഓഫ് ദി സിലിണ്ടറിക്കൽ പാർട്ട് ഇവിടെ തന്നിട്ടുണ്ട് 6 മീറ്റർ. നമുക്ക് ഈ കോണിക്കൽ പാർട്ടിന്റെ ഹൈറ്റ് കണ്ടെത്തണം. ഇതാണ് ഈ തന്നിരിക്കുന്ന ഫിഗർ. ഞാൻ ഒന്നുകൂടെ ഒന്ന് പറയാം, ശ്രദ്ധിച്ച് കേൾക്കാം. ഇതെവിടെ നോക്കാം. അപ്പൊ ഫിഗർ ഒന്നുകൂടെ നോക്കാം. ഇവിടെ തന്നിരിക്കുന്ന ഒരു കോണ്, ഒരു സിലിണ്ടർ, ഒരു ഹെമിസ്ഫിയർ ആണ്. അപ്പൊ ടോട്ടൽ ഹൈറ്റ് 12 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. കോമൺ റേഡിയസ് എന്ന് പറയുമ്പോൾ ഹെമിസ്ഫിയർ, സിലിണ്ടർ, കോൺ, ഇതിന്റെ എല്ലാം ഡയമീറ്റർ സെയിം ആണെന്നാണ് അർത്ഥം. അപ്പൊ ഡയമീറ്റർ 6 ആയിട്ട് റേഡിയസ് 3 ആവും. അപ്പൊ ഇവിടെ 3, ഇതും റേഡിയസ് ആണ് 3. ഇത് സിലിണ്ടറിന്റെ റേഡിയസ് 3 ആണ്. സിലിണ്ടറിന്റെ കോണിന്റെ എല്ലാം റേഡിയസ് 3 ആണ്. നമുക്ക് ഈ ഹൈറ്റ് കണ്ടെത്തണം, കോണിന്റെ ഹൈറ്റ് കണ്ടെത്തണം. സിലിണ്ടറിക്കൽ പാർട്ടിന്റെ ഹൈറ്റ് നമുക്ക് 6 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്.
അപ്പൊ ആദ്യമേ നമുക്ക് കണ്ടുപിടിക്കേണ്ട കോണായിട്ട് കോണിൽ നിന്ന് തന്നെ പ്രോബ്ലം അങ്ങ് തുടങ്ങാം. കോൺ ഹൈറ്റ് ഈസ് ഈക്വൽ ടു h ആണ് കണ്ടുപിടിക്കേണ്ടത്. ടോട്ടൽ വന്നിട്ടുണ്ട് 12 മൈനസ് പിന്നെ ഹൈറ്റുകൾ എന്നിരിക്കുന്ന സിലിണ്ടറിക്കൽ പാർട്ടിന്റെ ഹൈറ്റ് 6ഉം സ്ഫിയറിന്റെ റേഡിയസും എടുക്കണം. 6 + 3 12 മൈനസ് 9 3 മീറ്റർ എന്ന് കിട്ടും കോണിന്റെ ഹൈറ്റ്. കോണിന്റെ റേഡിയസ് ഇവിടെ ഉണ്ട്. കോണിന്റെ റേഡിയസും 3 മീറ്റർ ആണ്. വോളിയം 1/3 പൈ r സ്ക്വയർ h 1/3 പൈ ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 3 3യും 3യും ക്യാൻസൽ ആയി പോവും. 9 പൈ മീറ്റർ ക്യൂബ് ആണ് കോണിന്റെ വോളിയം. അപ്പം ഈ ഇതിന്റെ കപ്പാസിറ്റി ഈ ചോദിച്ചിരിക്കുന്ന ഇത് ഈ ബോയിലറിന്റെ കപ്പാസിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ബോയിലറിന്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഈ 3 വോളിയങ്ങൾ കൂടി ചേരുന്നതാണ് ഇതിന്റെ കപ്പാസിറ്റി. കോണിന്റെ വോളിയം, സിലിണ്ടറിന്റെ വോളിയം, ഹെമിസ്ഫിയറിന്റെ വോളിയം, ഈ 3 വോളിയങ്ങളുടെ കൂടെ ടോട്ടലി ചെയ്യുമ്പോൾ മാത്രമേ ഈ ബോയിലറിന്റെ കപ്പാസിറ്റി ആവും. സിലിണ്ടറിന്റെ ബേസ് റേഡിയസും ഉണ്ട്, ഹൈറ്റും ഉണ്ട്. സിലിണ്ടർ ബേസ് റേഡിയസ് 3 മീറ്റർ, ഹൈറ്റ് 6 മീറ്റർ, വോളിയം പൈ r സ്ക്വയർ h പൈ ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 6 അപ്പൊ എത്ര വരും? 54 പൈ മീറ്റർ ക്യൂബ് എന്ന് വരും. അപ്പൊ ഇനി പറയേണ്ടത് ഹെമിസ്ഫിയർ ആണ്. ഹെമിസ്ഫിയറിന്റെ റേഡിയസ് 3 മീറ്റർ ആണ്. വോളിയം 2/3 പൈ r ക്യൂബ് ആണ്. 2/3 പൈ ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 3 ആണ്. 3യും 3യും ക്യാൻസൽ ആയി പോവും. 18 പൈ മീറ്റർ ക്യൂബ് എന്ന് കിട്ടി. ഇനി ഈ 3 വോളിയങ്ങളൂടെ കൂട്ടുമ്പോഴാണ് ബോയിലറിന്റെ വോളിയം കിട്ടുന്നത്. അതായത് ശ്രദ്ധിക്കുക, ടോട്ടൽ വോളിയം 9 പൈ, കോണിന്റെ വോളിയം 9 പൈ പ്ലസ് സിലിണ്ടറിന്റെ വോളിയം 54 പൈ പ്ലസ് ഹെമിസ്ഫിയറിന്റെ വോളിയം 18 പൈ. ഇവിടെ പൈ കോമൺ ആയതുകൊണ്ട് പൈയുടെ വാല്യൂ ഇവിടെ ഇടേണ്ട കാര്യമില്ല. ഇട്ട് കഴിഞ്ഞാൽ 3 അടുത്തും പൈ ഇടേണ്ടി വരും. അപ്പൊ ടോട്ടൽ ചെയ്യുമ്പോൾ സിംഗിൾ പൈ ആയി മാറും. താൻ നോക്കാം, 54 18 9 1 ഇഷ്ടം 2 91 സോറി 81. അപ്പൊ ഇതാ നോക്കുക, 8 4 12 12 9 21 1 ഇഷ്ടം 2 5 1 6 6 2 8 81 81 പൈ മീറ്റർ ക്യൂബ് എന്ന് കിട്ടും. ഇനി വേണം നമ്മൾ പൈയുടെ വില കൊണ്ട് ഇൻഡു ചെയ്യാൻ. 81 ഇൻറ്റു 3.14 ഇൻഡു ചെയ്യുക. 314 ഇൻറ്റു 81 1 4 4 1 3 8 32 2 ഇഷ്ടം 3 1 8 3 11 1 ഇഷ്ടം 1 8 3 24 1 25 4 3 4 5 2 314 81 കൊണ്ട് ഗുണിച്ചപ്പോ നമുക്ക് കിട്ടിയത് 25,434 എന്ന് കിട്ടി. ഇവിടെ 2 ഡെസിമൽ പ്ലേസ് മാറ്റുമ്പോൾ 254.34 മീറ്റർ ക്യൂബ് എന്ന് കിട്ടും. ഈ കിട്ടിയത് വോളിയമാണ്. ഈ വോളിയം എന്ന് പറയുന്നത് ഇവിടെ വോളിയം അല്ല ചോദിച്ചിരിക്കുന്ന കപ്പാസിറ്റിയാണ്. കപ്പാസിറ്റി എപ്പോഴും ലിറ്ററിലേ പറയത്തുള്ളൂ. അപ്പൊ മീറ്റർ ക്യൂബിനെ ലിറ്റർ ആക്കാൻ മീറ്റർ ക്യൂബ് ഇൻറ്റു 1000 ഈസ് ഈക്വൽ ടു ലിറ്റർ എന്നാണ് പറയുന്നത്. അപ്പൊ മീറ്റർ ക്യൂബിനെ ലിറ്റർ ആക്കാൻ എത്ര കൊണ്ട് ഇൻറ്റു ചെയ്യുക? 1000 കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പൊ ദാ ഇൻറ്റു 3 4 ഇൻറ്റു 1000 വന്നത് എങ്ങനെയാണെന്ന് ഞാൻ മോളിൽ പറഞ്ഞിട്ടുണ്ട്. മീറ്റർ ക്യൂബിനെ ലിറ്റർ ആക്കിയപ്പോഴാണ് 1000. 2 5 4 3 4 0 0 0 2 പ്ലേസ് മാറ്റണം. ആ ബോയിലറിന്റെ കപ്പാസിറ്റി ഇത്രയും ലിറ്റർ ആണ്. 2,54,340 ലിറ്റർ ആണ് ആ ബോയിലറിന്റെ കപ്പാസിറ്റി. അപ്പൊ ലിറ്ററിലാക്കുമ്പോ ശ്രദ്ധിക്കാം, മീറ്റർ ക്യൂബ് ആണ്. ഇവിടം വരെ ചെയ്തുകൊണ്ട് വരുമ്പോ മീറ്റർ ക്യൂബ് ആണ്.
മീറ്റർ ക്യൂബാണ്. ആ മീറ്റർ ക്യൂബിനെ ലിറ്റർ ആക്കാൻ നമ്മൾ 1000 കൊണ്ട് ഇൻഡ് ചെയ്യണം. മീറ്റർ ക്യൂബ് ഇൻറ്റു 1000 ഈസ് ഈക്വൽ ടു ലിറ്റർ ആണ്. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്.